വർഷങ്ങളായി കുട്ടികളില്ലാത്ത ഒരാളാണ്. അദ്ദേഹം എപ്പോഴും എന്നെ കണ്ടാൽ പറയും, നിങ്ങൾ ദ്വാരക്കണേ സാസെന്നൊക്കെ, ആരുടെങ്കിലും ആമീനൊക്കെ കിട്ടുമല്ലോ, നിങ്ങൾ എന്തേ നേർച്ചാക്കണേ എന്നൊക്കെ എന്നോട് പറയും. അങ്ങനെ എന്നോടൊരുക്കെ പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ എന്തേലും ഒരു നേർച്ച. ഞാൻ പറഞ്ഞു, അപ്പൊ നിങ്ങൾക്ക് കുട്ടി ജനിച്ച ആണാണെങ്കിൽ നിങ്ങൾ മുഹമ്മദ് എന്ന് പേരിടുമെന്ന് വെച്ചു, പെണ്ണാണെ ഫാത്തിമ എന്നിടും, ഒന്നും കൂട്ടാൻ പാടില്ല. ഒന്നും കൂട്ടില്ല. ഇതാണ് അല്ലാഹു തആല ഏതോ ദുആ, ആരുടെയോ ദുആ, അദ്ദേഹത്തിന്റെ തന്നെ കരഞ്ഞുള്ള പ്രാർത്ഥന റബ്ബ് കേട്ടതാവും. അല്ലാഹു തആല ഉത്തരം കൊടുത്ത് അപ്പോ പേര് വിളിച്ച് ചോദിക്കുമ്പോ പിന്നെ പേരല്ല ചോദിക്കണേ, മുഹമ്മദ് ഇടാന്ന് പറഞ്ഞല്ലോ സാധേ, പക്ഷെ മുഹമ്മദിന്റെ കൂടെ എന്തെങ്കിലും ഒന്ന് കൂട്ടണം എന്നാ ഭാര്യ പറയണേ. അപ്പൊ ഞാൻ ചോദിച്ചു, അള്ളാന്റെ ഹബീബിന് അള്ളാഹ് തെരഞ്ഞെടുത്ത പേര് മുഹമ്മദാണ്, അതിനേക്കാളും നല്ല പേര് വേറൊന്നോ? അപ്പോ ഈ ഭാര്യയോട് പറഞ്ഞപ്പോൾ പറയണത്രേ, മുഹമ്മദ് നമ്മളെ കുടുംബത്തിൽ 2-3 ഉണ്ട്. കുടുംബത്തിലല്ല, ലോകത്തിൽ ലക്ഷക്കണക്കിന് കൂടിക്കണക്കിന് മുഹമ്മദ്മാരുണ്ട്. എന്റെ 5ാമത്തെ മോനുണ്ട്, എന്റെ 5ാമത്തെ മോന് ഞാനിട്ട പേര് മുഹമ്മദ്. 5ാമത്തെ മോന് മുഹമ്മദ്. 5ാമത്തത് മോനാണ്. ഞാൻ ഭാര്യയുടെ വിളിച്ചു പ്രസവിക്കണതിന് മുമ്പ് തന്നെ, മോനാണെങ്കിൽ എന്താ ഇടാന്ന് ചോദിച്ചു. അപ്പൊ ഞാനത് പറഞ്ഞിട്ടില്ല, എന്റെ മനസ്സിലുള്ള സംഗതി. അപ്പോൾ പറഞ്ഞു മുഹമ്മദ് എന്നിടാന്ന്. എന്തേലും കൂട്ടണം ചോദിച്ചു, ഒന്നും കൂട്ടണ്ട. പെണ്ണാണെങ്കിലോ എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു ഫാത്തിമ എന്നിടാം. അപ്പൊ ഞാൻ മനസ്സിൽ കരുതിയതിന് അവളെ മനസ്സിലുണ്ട്, ഒരു സംഗതി എളുപ്പമായി. മറ്റേ ആള് സ്വീപ്പായത് ഭാര്യ സ്വീപ്പാക്കിയതുകൊണ്ടാ. മുഹമ്മദ് മാത്രം പറ്റൂല, 3 മുഹമ്മദ് നമ്മളെ കുടുംബത്തിൽ നിന്ന് 4മതൊരു മുഹമ്മദ് പറ്റൂല, എന്റെ കൂടെ എന്തെന്ന് ചേരണം. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും നല്ല പേരുകളാണ് അല്ലാഹുവിന്റെ ഹബീബ് തന്റെ മക്കൾക്ക് തെരഞ്ഞെടുത്തത്. ഖാസിം, ഖാസിമിന് പല അർത്ഥമുണ്ട്. ഖാസിം വീതിക്കുന്ന ആളാണ്, കൊടുക്കുന്ന ആള്. മുഅ്തി, ഹസൻ, അങ്ങനൊക്കെ അർത്ഥം ഉണ്ടായിരുന്നു. ഖാസിം. അബ്ദുള്ള പറയണ്ടല്ലോ, അല്ലാഹുവിന്റെ അടിമ ഇബ്രാഹിം, തലമുറകളുടെ പിതാവായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പേര്. ഇബ്രാഹിം നബി ആരാ? നിസ്കാരത്തിൽ പോലും ആ പേര് ആവർത്തിച്ചാവർത്തിച്ചു പറയപ്പെടുന്ന പേരാണ്. പഴയ കാലത്ത് ഒരു കുട്ടി ഉണ്ടായാലേ ആ കുട്ടിക്ക് എന്താ പേരിടേണ്ടതെന്ന് ആ നാട്ടിലെ ഏറ്റവും സ്വാലിഹായ മനുഷ്യനോട് ചെന്ന ആളുകൾ ചോദിക്കുമായിരുന്നു. പാണക്കാട്ട് പോവും, സയ്യിദുമാരെ തേടി പോവും, പല തങ്ങന്മാരെടുത്ത് പോവും, അല്ലേ നമ്മളുമായി ബന്ധപ്പെട്ട ആലിമ്യങ്ങളുടെ അടുത്തൊക്കെ പോയിട്ടാ ചോദിക്കുക. എന്റെ വാപ്പൊക്കെ ആ കൂട്ടത്തിലായിരുന്നു. എന്റെ വാപ്പ വലിയ കിതാബ് ഓതി പഠിച്ചൊന്നുമില്ല, പച്ച നാടനാ. പക്ഷെ ഏത് പേര് ഉസ്താമരോട് ചോദിച്ചിട്ടേ ഇടുള്ളൂ. എനിക്കൊരു പക്ഷേ മുസ്തഫ എന്ന് പേരിട്ടത് അങ്ങനെ ഇരിക്കുന്ന ഞാൻ മനസ്സിലാക്കണത്. എന്റെ ജ്യേഷ്ഠന്റെ കുട്ടി ഉണ്ടായപ്പോ വാപ്പ പറഞ്ഞു, അത് ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന ഊർക്കട ഉസ്താദ് എന്ന് പറയുന്ന ഖാസിം മുസ്ലിയാർ പൂക്കൂട്ടുകാരനാണ്. ഒരുപാട് ആളുകൾ അവരെടുത്ത കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പോവാ. വാപ്പ പോയപ്പോ പറഞ്ഞു അബ്ദുൽ ഹക്കീം എന്നിട്ടുള്ളൂ. അപ്പൊ അബ്ദുൽ ഹക്കീം ആ പേര്, അബ്ദുൽ ഹക്കീം. അങ്ങനെ ചോദിച്ചിട്ടാ ഇപ്പൊ ആരോടാ ചോദിക്കല്ലോ വെച്ചാൽ യൂട്യൂബ് ഉസ്താദിനോടാ ചോദിക്കണത്. ഷെയ്ഖുനാ ഷെയ്ഖുസ്സമാനി വൽ മകാൻ, ഗൂഗിൾ സാറോടാ ചോദിക്കുക. അല്ലേ യൂട്യൂബ് ഉസ്താദിനോട് ചോദിച്ചിട്ടാ പേരിട. ഇതാണ് എല്ലാ പെണ്ണുങ്ങളും എത്ര അർത്ഥം നോക്കി കൊയങ്ങാര്യങ്ങള്. എന്താണ് ഇതിന് അറബി അക്ഷരം എങ്ങനെ അതൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. അപ്പൊ ഞാൻ ചോദിക്കും, എന്താ എവിടുന്ന കിട്ടിയ? ആ യൂട്യൂബിൽ ഓള് നോക്കിയതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ആ യൂട്യൂബിന്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ടാവൂലേ, പിന്നെന്തിനാ നമ്മളോട് ചോദിക്കണേ? യൂട്യൂബ് അർത്ഥം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, പിന്നെന്തിനാ ചോദിക്കണ അറിയോ? അത് നമ്മളോട് ചോദിച്ചിട്ടതാന്ന് നമ്മളെ പേരിലേക്ക് ചാരാൻ വേണ്ടിയിട്ടാണത്. മഹാന്മാരായ ആളുകളുടെ നാവ് കൊണ്ട് പറഞ്ഞു തരുന്ന പേരുകളിൽ വലിയ അസറുണ്ടാവും, വലിയ അസറുണ്ടാകും ആ പേരുകളിൽ. പേരിനൊക്കെ അസറുണ്ടെന്ന ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ ഹബീബ് പല പേരുകളും മാറ്റിയിട്ടുണ്ട്. ആ പേരുകൾ നല്ലതല്ലാത്തത് കൊണ്ട് അള്ളാന്റെ ഹബീബ് പേര് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പേര് നന്നാവണമെന്നാണ്. യൂട്യൂബ് സാറിനോട് ചോദിച്ചിട്ടല്ല ഇടേണ്ടത്. നല്ല നല്ല പേരുകൾ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ മക്കൾക്ക് തെരഞ്ഞെടുത്ത പേരുകൾ. അങ്ങനത്തെ പേരൊക്കെ ഇടുക. അങ്ങനത്തെ പേരൊന്നും ഇനിയുള്ള കൗമിൽ കേൾക്കാനേ കഴിയില്ലേ എന്നല്ല. ഫാത്തിമാന്നും കൂടെ കൂട്ടിയിട്ടില്ലെങ്കിൽ മുസ്ലിമാണോ എന്ന് പോലും പേര് കേട്ടാൽ തിരിയില്ല. ആ രീതിയിലുള്ള പേരുകളാണ് ആധുനിക ലോകത്തെ മുസ്ലിം ഉമ്മത്തുകളുടെ മക്കൾക്ക് നൽകുന്നത്. ഏറ്റവും കൂടുതൽ അള്ളാന്റെ ഹബീബ് ശ്രദ്ധിച്ചൊരു കാര്യം എന്താ അറിയോ? ഏറ്റവും കൂടുതൽ അള്ളാന്റെ ഹബീബ് ശ്രദ്ധിച്ച ആദ്യത്തെ കാര്യം പേര് നന്നാക്കാനാണ്.